മുട്ടയെക്കുറിച്ച് കുറേ പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്. ഡെയിലി മുട്ട കഴിക്കാൻ പാടുമോ? ഇനി അങ്ങനെ ഡെയിലി മുട്ട കഴിച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ കൂടുമോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം സംശയങ്ങൾക്ക് ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ ഡോക്ടർ ഷിംന, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. ഡെയിലി മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോയെന്നില്ല ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഡെയിലി മുട്ട കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ടോട്ടൽ കൊളസ്ട്രോൾ അല്പമുള്ളു കൂടുക, അധികം കൂടില്ല. എന്നാൽ കൂടുന്നത് HDL ആയിട്ടുള്ള നമ്മുടെ നല്ല കൊളസ്ട്രോളാണ്. ചില സ്റ്റഡീസിൽ ചില ആൾക്കാർക്ക് ഡെയിലി ഒരു 3 മുട്ട വെച്ച് കൊടുത്ത് സ്റ്റഡീസ് നടത്തിയപ്പോൾ അവരുടെ HDL കൂടി നിൽക്കുന്നതും എന്നാൽ LDL കുറയുന്നതായിട്ടും കണ്ട്. അങ്ങനെ ഒരു ബാലൻസ്ഡ് ലിപ്പിഡ് പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു മുട്ട ഡെയിലി കഴിക്കുകയാണെങ്കിൽ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹൈപ്പർ കൊളസ്ട്രീമിയ ഫാമിലി ഹിസ്റ്ററി ഇല്ല ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹൈപ്പർ കൊളസ്ട്രോൾ ഓൾറെഡി ഇല്ല ആൾക്കാരാണെങ്കിൽ അത് നോർമലൈസ് ചെയ്തിട്ട് ഇതുപോലെ ഡെയിലി മുട്ട കഴിക്കാനും ശ്രദ്ധിക്കുക. മുട്ട ഒരു ഹോൾ പ്രോട്ടീനാണ്. അതിൽ കുറേ വൈറ്റമിൻസ്, മിനറൽസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വൈറ്റമിൻ ഡി, B5, വൈറ്റമിൻ B2 എല്ലാം ഉണ്ട്. ഇനി നമ്മൾ ഈ കോഴികൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് ഫെഡ് ചെയ്തിട്ടുള്ള കോഴികളാണെങ്കിൽ അതിൽ നിന്നുണ്ടാവുന്ന മുട്ടകളിലും ഈ ഒരു ഒമേഗ 3 ഫാറ്റി ആസിഡിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ പല ഗുണങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടയിലുള്ള വേറൊരു കണ്ടൻറ്റാണ് കൊളീൻ. ഈ കൊളീന് ബ്രെയിൻ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സിഗ്നലിങ് പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കണ്ണിന് ആവശ്യമുള്ള ചില ആൻറ്റി ഓക്സിഡൻസിന് ഈ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി മുട്ട കഴിക്കുന്നത് വളരെ ഒരു ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഈ ആൻറ്റി ഓക്സിഡൻസ് ഫ്രീ റാഡിക്കൽസിനെ കളഞ്ഞ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചനെയൊക്കെ പ്രോപ്പർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. മുമ്പ് പറഞ്ഞ പോലെ ഈ HDLൻ്റെ അളവ് കൂട്ടുന്നത് കാരണം ഹാർട്ട് പ്രശ്നങ്ങൾക്കില്ല ഒരു റിസ്ക് അത് കുറക്കുകയാണ്. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ മസിൽസിനൊക്കെ ഒരു ഹെൽത്തി ആയിട്ടും വെക്കുന്നു. മുട്ടയിലുള്ള ഇലാർജി എന്ന് പറഞ്ഞ വേറൊരു കണ്ടൻറ്റ്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, അതുപോലെ തന്നെ സിങ്ക്, മെഗ്നീഷ്യം, സെലീനിയം ഒക്കെ അടങ്ങിയത് കാരണം നമ്മുടെ ടെസ്റ്റസ്റ്ററോണിൻ്റെ ലെവല് പ്രോപ്പറായിട്ട് നോർമലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഉദ്ധാരണക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ, എന്തെങ്കിലും സെക്ഷൽ പ്രോബ്ലംസ് അനുഭവിക്കുന്നുണ്ടവർ, അവരും ഇതുപോലെ ഡെയിലി മുട്ട കഴിക്കുകയാണെങ്കിൽ അത് ഇവരുടെ ഈ ഒരു പ്രശ്നങ്ങളെ മെഡിസിൻ്റെ കൂടെ ഈ ഒരു മുട്ട ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ കുറക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ഒരു ഗുണങ്ങൾ കണക്കിലെടുത്ത് നമുക്ക് ഡെയിലി ഒരു മുട്ട കഴിക്കാം. ഒരു വീക്കിൽ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു 7 മുട്ട വരെ കഴിക്കാം. എന്നാൽ ഇതിൻ്റെ ഒരു ചീത്ത വശം പറയുകയാണെങ്കിൽ ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈപ്പർ കൊളസ്ട്രോൾ, ഓവർ വെയ്റ്റ് ഇല്ല ആളുകൾ ഇതുപോലെ ഡെയിലി മുട്ട എടുക്കുകയാണെങ്കിൽ അത് നല്ലതല്ല എന്നും ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുട്ട ഡെയിലി കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, എന്തെങ്കിലും അലർജീസ്, ഇൻടോളറൻസ് ഒക്കെ ആൾക്കാർക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു ഡെയിലി മുട്ട കഴിക്കുന്നത് റെക്കമെൻഡ് ചെയ്യാറില്ല. എന്നാൽ ഡയബറ്റീസ് ഒക്കെ ഇല്ല ആൾക്കാരിൽ നമ്മൾ ഒരു ഡയബറ്റിക് പ്ലേറ്റ് ആയിട്ട് പറയുന്നത് ഇവരുടെ ഒരു 1/4 ഭാഗവും പ്രോട്ടീന് ആയിരിക്കണം എന്നാണ്. ഈ മുട്ട ഒരു നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡായത് കാരണം ഇവർ മുട്ട കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് അധികം വിശക്കാനില്ല ചാൻസ് കുറവാണ്. അതുപോലെ മുട്ടയിലുള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് 0 ആയത് കാരണം ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ ഡെയിലി കഴിച്ചില്ലെങ്കിലും അവരുടെ ഒരു ഡയറ്റിൽ ഈ മുട്ട ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. മുട്ടയിൽ നിന്ന് കിട്ടുന്ന കലോറി ഒരു 155 കിലോ കലോറി ഉണ്ട്. അപ്പോൾ വിശക്കാനുള്ള ചാൻസ് കുറവാണ്. ഈ വെയിറ്റ് കുറക്കാൻ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കും ഈ മുട്ട ഇതുപോലെ ഡെയിലി കഴിക്കുകയാണെങ്കിലും
നല്ലതാണ്. ഹൈപ്പർ കൊളസ്ട്രീമിയ ഇല്ല ആളുകളിൽ അധികവും ഈ ഒരു മുട്ടയുടെ വെള്ള ഭാഗം കഴിക്കാനാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യാറുള്ളത്. അതൊരു ലീൻ പ്രോട്ടീൻ ആയത് കാരണം അത് യൂസ് ചെയ്യാം. പക്ഷേ എല്ലായ്പ്പോഴും പാടെ ആ ഒരു മഞ്ഞ ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് അത് കഴിക്കാം. കാരണം അതിലില്ല നല്ല കൊളസ്ട്രോളും അതിലുള്ള വേറെ കണ്ടൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. ഇത്രയുമാണ് മുട്ടയുടെ ഒരു നല്ല ഗുണങ്ങളും ചീത്ത വശങ്ങളും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുട്ട യൂസ് ചെയ്യുമ്പോൾ ഓവർ ബോയിലിംഗ് ചെയ്യരുത്. ഒരു ഹൈ പ്രഷർ കൊടുത്ത് ഓവർ ബോയിലിംഗ് ചെയ്യുന്നത് അതിലുള്ള പ്രോട്ടീൻസിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് കാരണം മുട്ടയുടെ ഗുണങ്ങൾ നമുക്ക് കിട്ടാണ്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു ഹാഫ് ബോയിലിനും ഫുൾ ബോയിലിനും ഇടയിലായിട്ട് നിർത്തിയിട്ടാണ് ഈ ഡയബറ്റീസ്, കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഷിംന. താങ്ക് യു.